മോളെ ഓഫീസിൽ കയറി ജിഎമ്മിനെ ഒന്ന് കണ്ടിട്ട് വരാം. എൻ്റെ പ്രൊമോഷൻ്റെ കാര്യം എന്തായി നോക്കിയിട്ട് വരാം. അദ്ദേഹം ടൂർ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. എന്തായി നോക്കിയിട്ട് വരാം. ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആട്ടോ. എനിക്ക് ഗിഫ്റ്റ് മേടിച്ചു തന്നേക്കണം. ആയിക്കോട്ടെ, ഞാൻ എന്താവണം ചെയ്യും. ഓക്കെ മോളെ, പോയിട്ട് വരാം. ചേട്ടാ ശരി. ഹായ് ഗീതു, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? അതൊക്കെ പിന്നെ പറയാം. നീ എന്താ ഇവിടെ? നിനക്കിപ്പോഴും ജോലിയൊന്നും ആയില്ലേ? നീ കാറും തുടച്ചോണ്ട് നടക്കല പണി. നീ എൻ്റെ പുറകെന്ന് ഒത്തിരി നടന്നല്ലേടാ. എടാ, ഈ കമ്പനിയുടെ മാനേജറാ എൻ്റെ ഹസ്ബൻഡാടാ. നിന്റെ കാര്യം വേണമെങ്കിൽ ഞാൻ പുള്ളിയോടൊന്ന് പറയാം. നിനക്ക് വേണമെങ്കിൽ ഒരു ജോലി ശരിയാക്കി തരാം. എന്ത് ജോലി? ഇവിടാണോ നിന്റെ ഭർത്താവിന് ജോലി? അതേടാ, എന്റെ ഹസ്ബൻഡാടാ ഈ കമ്പനിയുടെ മാനേജർ. ഇവിടാണോ ജോലി? നീ എന്റെ പുറകെ നടന്ന സമയത്ത് ഞാനെങ്ങാനും നിന്നെ കെട്ടിയായിരുന്നെങ്കിൽ എന്റെ ലൈഫ് പോഞ്ഞോട്ടെ ഞാൻ. ഇപ്പൊ എന്തായാലും ഞാൻ സേഫായടാ. ചേട്ടാ, ചേട്ടന് അജിത്തിനെ അറിയാമോ? അജിത്തിനെ മോനറിയോ? പിന്നെ അറിയാതെ. അജിത്തിനോട് മോൻ എന്തെങ്കിലും പറഞ്ഞോ? അവൻ എന്റെ പുറകെ ഒത്തിരി നടന്നല്ലേ. നേരത്തെ മോള് പറഞ്ഞ അജിത്താണോ ഇത്? താൻ അറിയാത്ത ഞാനറിയാത്ത മറ്റൊരു മുഖം കൂടിയുണ്ട് അജിത്ത് സാറിന്. ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഇവിടെ എത്തി ഇതെല്ലാം സ്വന്തമാക്കി. പാവങ്ങളുടെ സഹായി, മക്കളില്ലാത്ത മാതാപിതാക്കൾക്ക് ഒരു മകനായി, സഹോദരിമാർക്ക് ഒരു സഹോദരനായി, സാധാരണക്കാരിൽ സാധാരണക്കാരനായി ഒരു മനുഷ്യസ്നേഹി, കഷ്ടപ്പാടിൽ നിന്നും ദുരിതത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു വന്ന ഒരു മഹാൻ.